ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. വെൽഡർ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന സെക്ഷനാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യമായിട്ട് വെൽഡിംഗ് എന്താണെന്ന് നോക്കാം. വെൽഡിംഗ് ഈസ് എ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ്. മെറ്റലെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ സോൾഡറിങ്, ബ്രേസിങ്, വെൽഡിങ് എന്നീ 3 തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് പ്രധാനമായിട്ടും പെർഫോം ചെയ്യുന്നത്. വേരിയസ് മെത്തേഡ് ഫോർ മെറ്റൽ ജോയിനിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെൽഡിംഗ് ഈസ് എ പാർട്ട് ഓഫ് ലാർജർ കാറ്റഗറി കോൾഡ് മെറ്റൽ ജോയിനിങ്. വിത്തിൻ ദാറ്റ് കാറ്റഗറി there are 3 type of operations. അതാണ് നമ്മൾ പറഞ്ഞത് സോൾഡറിങ്, ബ്രേസിങ് ആൻഡ് വെൽഡിങ്. There is actually a 4th method of joining metal which is mechanical bonding. Examples of mechanical bonds include bolting 2 parts together, riveting, etc. The operation is not dependent on the type of material being joined. Soldering, bracing and welding are operations that involve heat and process used in each of these dependent on the metal being joined. Various methods used for metal joinings are described below. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുന്നത് മെക്കാനിക്കൽ ഫാസ്റ്റനിങ് ആണ്. മെക്കാനിക്കൽ ഫാസ്റ്റനിങ് എന്ന് പറഞ്ഞാൽ it refers to the use of part or parts that physically limit some or all of the degree of freedom of a part with respect to another. അപ്പോൾ മെക്കാനിക്കൽ ഫാസ്റ്റനിങ്ങിൽ ഏതൊക്കെ ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് വരുന്നത് സ്ക്രൂ ആണ്. സ്ക്രൂസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ് പീസസ് ഓഫ് വുഡ് ഇൻ ഫർണിച്ചർ. അടുത്ത് വരുന്നത് നട്ടും ബോൾട്ടും ആണ്. ഇത് മെഷീൻ കമ്പോണൻസ്, അതുപോലെ തന്നെ എല്ലാ മെക്കാനിക്കൽ പ്രോഡക്ട്സിലും വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് നട്ടും ബോൾട്ടും. അടുത്തത് റിവറ്റ് ആണ്. റിവറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ബീംസ് ഇൻ ബിൽഡിങ്സ്, ബ്രിഡ്ജസ് ആൻഡ് എയർപ്ലെയിൻ ബോഡീസ്, അവിടെയാണ് റിവറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് സ്റ്റേപ്പിൾസ്. സ്റ്റേപ്പിൾസ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഹോൾഡിങ് ടുഗദർ ഷീറ്റ് ഓഫ് മെറ്റൽ, പ്ലാസ്റ്റിക് എക്സെട്ര. ഷീറ്റ് ഓഫ് മെറ്റൽസിനെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേപ്പിൾസ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സീംസ്. സീംസ് യൂസ്ഡ് ഫോർ ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ്. ഷീറ്റ് മെറ്റൽ ജോയിൻറ്റ്സിനാണ് സീംസ് യൂസ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമാണ് ട്രാഷ് ക്യാൻസ്. ട്രാഷ് ക്യാൻസ് ഒരു സീമിൻ്റെ ഉദാഹരണമാണ്. അടുത്താണ് ക്ലിപ്സ്. ക്ലിപ്സിന് ഉദാഹരണങ്ങളാണ് സ്പ്രിംഗ് ക്ലിപ്സ്, ഓക്ക് ക്ലിപ്സ്. ഇതൊക്കെയാണ് ക്ലിപ്സിന് ഉദാഹരണം. ഇത് പൊതുവായിട്ടും ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സിലാണ്. ഷാഫ്റ്റിനെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്സ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണങ്ങൾ സ്പ്രിംഗ് ക്ലിപ്സും അതേപോലെ തന്നെ ഓക്ക് ക്ലിപ്സും. അടുത്തത് സ്നാപ്പ് ഫാസ്റ്റനേഴ്സ് ആണ്. സ്നാപ്പ് ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യുന്നത് ക്യാമറ ബോഡിയിലുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രോണിക് ടോയ്സ്, ക്യാപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്, ഇതിലൊക്കെയാണ് സ്നാപ്പ് ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ഫാസ്റ്റനിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സ്ക്രൂവ്, നട്ട് ബോൾട്ട്, റിവറ്റ്, സ്റ്റേപ്പിൾസ്, സീംസ്, ക്ലിപ്സ് ആൻഡ് സ്നാപ്പ് ഫാസ്റ്റനേഴ്സ്. ഇതും ഇതിൻ്റെ ഉദാഹരണങ്ങളുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്തത് നമ്മൾ നോക്കുന്നത് നട്ട് ആൻഡ് ബോൾട്ട്സ് ആണ്. ഓരോന്നിനെയും വിശദമായിട്ട് നോക്കാം. ബോൾട്ടിംഗ് ഈസ് എ ഫാസ്റ്റനിങ് മെത്തേഡ് വിച്ച് യൂസസ് എ ത്രെഡഡ് പിൻ ഓർ റോഡ് വിത്ത് എ ഹെഡ് അറ്റ് വൺ എൻഡ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ബി ഇൻസേർട്ടഡ് ത്രൂ ഹോൾസ് ഇൻ അസംബിൾഡ് പാർട്സ് ആൻഡ് സെക്യൂർഡ് ബൈ a mated nut that is tightened by applying torque. ഇതൊരു ഈ നട്ടും ബോൾട്ടും ഒക്കെ
യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ഫാസ്റ്റനിങ് മെത്തേഡാണ്. ഇതിൽ യൂസ് ചെയ്യിക്കുന്നത് ഒരു ത്രെഡഡ് പിന്ന് അല്ലെങ്കിൽ റോഡ് ഉണ്ടാവും വിത്ത് എ ഹെഡ് അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ ഹെഡ് ഉണ്ടാവും. അടുത്ത പഠിക്കുന്നതാണ് ബോൾട്ട്. ബോൾട്ട് എന്താണെന്ന് നോക്കാം. എ ബോൾട്ട് ഈസ് എ എക്സ്ട്രീംലി threaded fastener designed for insertion through holes in assembled parts and is normally tightened or released by a nut. ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? നട്ട് വെച്ചിട്ടാണ്. ബോൾട്ട് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണലി ത്രെഡഡ് ഫാസ്റ്റനർ. ഒരു എക്സ്റ്റേണലി ത്രെഡഡ് ഫാസ്റ്റനറിനെയാണ് ബോൾട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ ഹെഡ് ഓൺ വൺ എൻഡ് ആൻഡ് ത്രെഡ് അറ്റ് ദി അതർ എൻഡ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഹെഡ് ഉണ്ടാവും, താഴത്ത് ത്രെഡും ഉണ്ടാവും. വിച്ച് എ വാഷർ ആൻഡ് നട്ട് ആർ പ്ലേസ് ടു സെക്യൂർ ഇറ്റ്. ബോൾട്ട് ആർ മെയ്ഡ് വിത്ത് എ വെറൈറ്റി ഓഫ് ഹെഡ് ഷേപ്സ് ടു സ്യൂട്ട് ദ പൊസിഷൻ ഇൻ വിച്ച് ദേ ആർ യൂസ്ഡ്. അപ്പോൾ വിവിധ തരത്തിലുള്ള ബോൾട്ടുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോൾട്ടുകളാണ് ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട്, സ്ക്വയർ ഹെഡഡ് ബോൾട്ട്, കപ്പ് ഓർ റൗണ്ട് ഹെഡഡ് ബോൾട്ട്, സിലിണ്ടറിക്കൽ ഓർ ചീസ് ഹെഡഡ് ബോൾട്ട്, ടി ഹെഡഡ് ബോൾട്ട്, ഐ ബോൾട്ട്, ഹൂക്ക് ബോൾട്ട്, കൗണ്ടർ സാങ്ക് ബോൾട്ട്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് എണ്ണം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത് കാണുന്നതാണ് സിലിണ്ടറിക്കൽ ബോൾട്ട്, അടുത്തത് ഹെക്സഗണൽ ബോൾട്ട്, മൂന്നാമത്തത് സ്ക്വയർ ഹെഡ്, നാലാമത്തത് കപ്പ് ഹെഡ്. ഇത് നാലും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വയ്ക്കുക. അടുത്തതാണ് വാഷർ. വാഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. വാഷർ ഈസ് എ തിൻ പ്ലേറ്റ് വിത്ത് ഹോൾ ദാറ്റ് ഈസ് നോർമലി യൂസ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഓഫ് എ ത്രെഡർ ഫാസ്റ്റനർ സച്ച് ആസ് സ്ക്രൂ ഓർ നട്ട്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിലോ ദ നട്ട് ടു ഗിവ് സ്മൂത്ത് ബെയറിംഗ് സർഫസ്. നട്ടിൻ്റെ താഴെയായിട്ടാണ് വാഷർ സാധാരണ കാണുന്നത്. അത് ബെയറിംഗ് സർഫസ് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ വാഷർ യൂസ് ചെയ്യുന്നത്. ദ പ്രഷർ ഓഫ് ദ ടൈറ്റൻ നട്ട് സ്പ്രെഡ് ഓവർ ദ ലാർജ് ഏരിയ ഓഫ് ദ വാഷർ. ഈ നട്ടിനും ബോൾട്ടിനും ഉണ്ടാകുന്ന പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഷർ യൂസ് ചെയ്യുന്നത്. ഈ വാഷറിൻ്റെ ലാർജർ ഏരിയയിലേക്ക് അതിൻ്റെ പ്രഷർ സ്പ്രെഡ് ആവുന്നു. The washer also prevent the nut from cutting into the metal and this allows the nut to be tightened to a greater extent. ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നട്ടിനെ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നതിന് വാഷർ സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള വാഷറുകളാണുള്ളത്. പ്ലെയിൻ വാഷറും അതേപോലെ തന്നെ സ്പ്രിംഗ് വാഷറും. പ്ലെയിൻ വാഷർ ഈസ് എ സിമ്പിൾ സർക്കുലർ പീസ് ഓഫ് പ്ലേറ്റ്. പ്ലെയിൻ വാഷർ ഒരു സിമ്പിൾ സർക്കുലർ പീസ് പ്ലേറ്റ് ആണ്. സ്പ്രിംഗ് വാഷർ എന്ന് പറയുമ്പോൾ ഒരു ലോക്കിംഗ് ഡിവൈസ് ഓഫ് നട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിലോ ദ നട്ട് ആൻഡ് ദ നട്ട് ഈസ് ദെൻ ടൈറ്റൻഡ്. ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ സ്പ്രിംഗ് കീപ്സ് ദ നട്ട് ടൈറ്റ് ഓൺ ദ ബോൾ ആൻഡ് ഡസ് നോട്ട് അലോ ഇറ്റ് ടു ഗെറ്റ് ലൂസ്. അപ്പോൾ അതാണ് നമ്മൾ വാഷറിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. പ്രധാനപ്പെട്ട രണ്ട് എക്സാമ്പിൾസും നോക്കി വെക്കുക, പ്ലെയിൻ വാഷറും അതേപോലെ തന്നെ സ്പ്രിംഗ് വാഷറും. അടുത്ത പോയിൻ്റാണ് സ്റ്റഡ്. സ്റ്റഡ് എന്താണെന്ന് നോക്കാം. എ സ്റ്റഡ് ഈസ് എ റൗണ്ട് മെറ്റൽ ബാർ സ്ക്രൂഡ് അറ്റ് ബോത്ത് എൻഡ് ഫോർ ഫുള്ളി സ്ക്രൂഡ്. ഇറ്റ് ഈസ് എ സ്ക്രൂ വിത്തൗട്ട് എ ഹെഡ്. ഇതൊരു സ്ക്രൂ ആണ്, പക്ഷേ അതിന് ഹെഡ് ഉണ്ടാവില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്റ്റഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലെയിൻ സ്റ്റഡ്, കോളേർഡ് സ്റ്റഡ്, സ്ക്വയർ ക്രോസ് സെക്ഷൻ പ്ലെയിൻ പോർഷൻ ആൻഡ് ഹെക്സഗണൽ സോക്കറ്റ് ഹെഡ്. ഇത് നാലുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡുകൾ. ഒന്നുകൂടി നോക്കാം. പ്ലെയിന്, കോളേർഡ്, സ്ക്വയർ ക്രോസ് സെക്ഷൻ പ്ലെയിൻ പോർഷൻ ആൻഡ് ഹെക്സഗണൽ സോക്കറ്റ് ഹെഡ്. ദ സ്റ്റഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ നട്ട് എൻഡ്, മെറ്റൽ എൻഡ് ആൻഡ് പ്ലെയിൻ പോർഷൻ. സ്റ്റഡിനും പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നട്ട് എൻഡ് ഉണ്ടാവും, അതിൻ്റെ താഴെയായിട്ട് പ്ലെയിൻ എൻഡ് ഉണ്ടാവും,
ഏറ്റവും അടിയിലായിട്ട് മെറ്റൽ എൻഡും ഉണ്ടാവും. പ്രധാനമായിട്ടും വരുന്ന സ്റ്റഡുകൾ ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. പ്ലെയിന്, ഹെക്സഗണൽ സോക്കറ്റ് ഹെഡ്, കോളേഡ്, അതേപോലെ തന്നെ സ്ക്വയർ ക്രോസ് സെക്ഷൻ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റഡുകൾ. അടുത്ത പഠിക്കേണ്ട പോർഷനാണ് നട്ട്. നട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. എ നട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഫാസ്റ്റനർ വിത്ത് എ ത്രെഡഡ് ഹോൾ. എന്താണ് നട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഫാസ്റ്റനർ? ഇതൊരു ടൈപ്പ് ഓഫ് ഫാസ്റ്റനർ ആണ് വിത്ത് എ ത്രെഡഡ് ഹോൾ. അതിലൊരു ത്രെഡഡ് ഹോളും ഉണ്ടാവും. നട്ട്സ് ആർ ഓൾമോസ്റ്റ് ഓൾവേസ് യൂസ്ഡ് ഓപ്പോസിറ്റ് എ മേറ്റിംഗ് ബോൾട്ട് ടു ഫാസ്റ്റൻ എ സ്റ്റാക്ക് ഓഫ് പാർട്സ് ടുഗദർ. The two partners are kept together by combination of their thread friction, a slight stretch of the bolt and compression of the parts. The most common shape is hexagonal for similar reasons as the bolt head. 6 sides give a good granularity of angle for tool to approach for tightening. Other commonly used nuts are പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന നട്ട്സുകളാണ് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് കാസിൽ നട്ട്, ഫ്ലാഞ്ചഡ് നട്ട്, ക്യാപ് നട്ട്, റിംഗ് കോളർ നട്ട്, ഡോം നട്ട്, കാസിൽ നട്ട്, ലോക്ക് നട്ട് ആൻഡ് റിംഗ് നട്ട്. അപ്പോൾ നമ്മൾ മെറ്റൽ ജോയിനിങ് പ്രോസസ്സ് എന്ന സെക്ഷൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ സെറ്റ് സ്ക്രൂസ്, ഗ്രബ് സ്ക്രൂസ്, തം സ്ക്രൂസ്, അതുപോലെ തന്നെ റിവറ്റിങ്, ജോയിൻസ് തുടങ്ങിയ കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് കാണാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്